എല്ലാ കുടുംബത്തിലും നടക്കുന്ന തത്സമയ പ്രാർത്ഥനയും ആരാധനയും ഇന്ന് രാത്രിയിലും ലോകരാജ്യങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ അനേക പ്രിയപ്പെട്ടവർ ഈ തത്സമയ പ്രാർത്ഥനയിലും ആരാധനയിലും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് യേശു തന്നെ നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഇന്ന് രാത്രി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബാംഗങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നൽകുന്ന സൗഖ്യവും വിടുതലും സ്വാതന്ത്ര്യവും സമാധാനം ഓരോ കുടുംബങ്ങളിലും എത്തിച്ചേരേണ്ടതിനായി ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അത്യുന്നതനായ യേശുവേ, ഞങ്ങൾക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന യേശുവേ, രാത്രി സമയം ഞങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു കർത്താവേ. അങ്ങയുടെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിപ്പാൻ ലഭിച്ച ഈ മഹാഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുമ്പോൾ തന്നെ കർത്താവേ, പങ്കാളികളായ ഓരോരുത്തരെയും തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങ് ക്രൂശിൽ തികച്ചെടുത്ത സൗഖ്യവും വിടുതലും ക്ഷേമവും ഓരോരുത്തരിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പ്രാർത്ഥനയുടെയും ആരാധനയുടെയും 2469 ദിവസങ്ങൾ പൂർത്തീകരിക്കുന്ന ഇന്ന് രാത്രിയിലും നമുക്ക് ഒരുമിച്ച് വീണ്ടും നമ്മുടെ കുടുംബാംഗങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രേംകേരള ശുശ്രൂഷയിൽ നമ്മൾ നമുക്കായി പ്രാർത്ഥിക്കുന്നു, നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു, നമ്മൾ മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ നമുക്കറിയാം, കാണികളില്ല, പങ്കാളികൾ മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിനു മേലും യേശു അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. ഏലൂരിൽ നിന്നും ഒരു സഹോദരി നമ്മളെ അറിയിച്ചത്, പരിചയത്തിലുള്ളൊരു വ്യക്തിക്ക് ബ്ലഡിൽ ഇൻഫെക്ഷൻ, അസ്ഥിക്ക് തേയ്മാനം, കഠിനമായ വേദനയിലൂടെ കടന്നുപോകുന്ന സമയത്തായിരുന്നു പ്രേംകേരള ശുശ്രൂഷയിൽ ആ പ്രാർത്ഥനാ വിഷയം വിളിച്ചു പറഞ്ഞതും ഒരുമിച്ച് ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചതും പ്രാർത്ഥനയുടെ ഫലമായി യേശു പരിപൂർണമായ സൗഖ്യം നൽകി എന്ന് നമ്മളെ അറിയിച്ചിരിക്കുന്നു. നമ്മൾ എല്ലാ ദിവസവും എണ്ണയും വെള്ളവും എടുത്ത് പിടിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അനേക രോഗികൾ എണ്ണം തേച്ച് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ വെള്ളം കഴിച്ച് പ്രാർത്ഥിക്കുന്നു, കുടിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്കൊക്കെ സൗഖ്യം ലഭിക്കുന്നു. ട്രിവാൻഡ്രത്ത് ലഭിച്ച ഒരു സാക്ഷ്യം ഇതാണ്. മകൾക്ക് തലവേദന, തുടർച്ചയായിട്ട് തലവേദനയായിരുന്നു. ഈ സഹോദരി ചെയ്ത് ആ സമയത്ത് എണ്ണ എടുത്ത് പ്രാർത്ഥിച്ച പുരട്ടി ഇപ്പോൾ പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. മകൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ 27 പേർക്ക് കോവിഡ് നിമിത്തം വിഷമിക്കുന്ന സമയത്തായിരുന്നു കാസർഗോഡ് നിന്നും ഒരു മാതാവ് ആ മകൻ്റെ പ്രാർത്ഥനാ വിഷയവും പ്രത്യേകിച്ച് കൂടെ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളും പ്രേംകേരളയിൽ വിളിച്ചു പറഞ്ഞത്. നമ്മൾ ഒരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സോജൻ സാറെ, കഴിഞ്ഞ ദിവസം ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ച് എല്ലാവർക്കും നെഗറ്റീവ് റിപ്പോർട്ട് ലഭിച്ചു. പ്രാർത്ഥിച്ചുള്ള നന്ദിയും നമ്മളെ അറിയിച്ചിരിക്കുന്നു. വീണ്ടും അത്തരത്തിലുള്ള സാക്ഷ്യം ലഭിച്ചിട്ടുണ്ട്. ഈ സഹോദരിക്ക് കുറച്ച് മരങ്ങളുണ്ടായിരുന്നു, കുറേ ഫലവൃക്ഷങ്ങളുണ്ടായിരുന്നു. അതിൽ ഒരു റംബുട്ടാൻ ഉണങ്ങി നിൽക്കുകയായിരുന്നു. ഈ സഹോദരി ചെയ്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ വെള്ളം അതിന്മേൽ ഒഴിച്ച് പ്രാർത്ഥിച്ചു. ഇപ്പോൾ നിറയെ കായ്കളോടെ അത് നിൽക്കുന്നു. തീർച്ചയായിട്ടും കർത്താവിനോടുള്ള വിശ്വാസത്തിൻ്റെ അടയാളമായി നമ്മളത് ചെയ്യുമ്പോൾ കർത്താവ് കാൽവറിയിൽ തികച്ചെടുത്ത സൗഖ്യവും വിടുതലും സ്വാതന്ത്ര്യവും അപ്പോൾ തന്നെ കർത്താവ് നൽകുന്ന അനുഗ്രഹങ്ങളും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും സമസ്ത മേഖലകളിലും അനുഭവിക്കാൻ ഇടയായി തീരും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഒരുമിച്ച് നമുക്ക് ഒരിക്കൽ കൂടി നമ്മുടെ കുടുംബാംഗങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. രോഗത്താൽ വിഷമിക്കുന്നവരുണ്ട്, കുടുംബങ്ങളിൽ സമാധാനമില്ലാത്തവരുണ്ട്, സാമ്പത്തികമായ തകർച്ചയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഇന്ന് രാത്രി ഓരോ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടേണ്ടതിന് വേണ്ടി ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് വീണ്ടും ഞങ്ങൾ ഒന്നിച്ച് കടന്നു വരുന്ന കർത്താവേ, അങ്ങയുടെ വചനം പറയുന്ന എല്ലാ നന്മകളാലും ഈ രാത്രി ഞങ്ങൾ നിറയപ്പെടേണ്ടതിന് കർത്താവെ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ്, അങ്ങയുടെ വചനം പറയുന്നതിൽ ഞാൻ നിന്റെ അകൃത്യമൊക്കെയും പൂജിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാകുന്നു. കർത്താവെ, അങ്ങയുടെ കരം ഇന്ന് വെളിപ്പെടുമാറാകട്ടെ. കർത്താവ്, ഓരോ രോഗികളും യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരാൽ ഇന്ന് സൗഖ്യമായി തീരട്ടെ. കർത്താവ്, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ മാനസികവിധികളിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരെയും തിരുക്കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് വാക്ക് പറഞ്ഞ ദൈവമേ, ഇന്ന് അങ്ങയുടെ സമാധാനത്താൽ, നിറഞ്ഞു കവിയുന്ന സമാധാനത്താൽ, നിറഞ്ഞു കവിയുന്ന ജീവനാൽ ഓരോ വ്യക്തികളും നിറയപ്പെടേണ്ടതിന് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. செய்யுமே இந்த நாளில் செய்யுமே இறங்கி வந்து செய்யுமே ஒரு அற்புதம் ഞങ്ങൾ കാണുക ചെയ്യുമേ ഒരു അത്ഭുതം ഞങ്ങൾ കാണുക ചെയ്യുമേ ഹല്ലേലൂയ 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 Hallelujah, 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 hallelujah. Oh, Yeshua, Yeshua, Yeshua,
മഹിമേ നമ്മയെല്ലാം പരിശുദ്ധ സ്ഥലത്തിൽ മൂടുവേ. ദേവനിൻ മഹിമേ നമ്മയെല്ലാം പരിശുദ്ധ സ്ഥലത്തിൽ മൂടുവേ. ദേവാ പ്രസന്നമേ ഇറങ്ങിയേ വന്നിടമേ. ദേവാ പ്രസന്ന ദേവാ പ്രസന്നമേ ഇറങ്ങിയേ വന്നിടമേ. You're the living water, never drying fountain, comforter, comforter and counselor, take complete control. When you're the living waters and never drying fountain, comforter and counselor, take complete control. തത്സമയം നടക്കുന്ന പ്രാർത്ഥനയും ആരാധന 2069 ദിവസമായി ഈ രാത്രി നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ കുടുംബാംഗ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുമായി ഈ പ്രാർത്ഥനയിലും ആരാധനയിലും പങ്കെടുക്കുന്ന നമ്മൾ ഒന്നിച്ച് ഓരോ വിഷയത്തിന് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കുന്നു. യേശു പറഞ്ഞ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ, എന്നാൽ അത് നിങ്ങൾക്കുണ്ടാകും. നമ്മൾ ഒന്നിച്ച് ചോദിക്കുമ്പോൾ കർത്താവ് ആ വിഷയത്തിന് മറുപടി നൽകി തരുന്നു. തീർച്ചയായിട്ടും ശ്രീമതി യേശുവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ ഒരുമിച്ച് കടന്നു ചെല്ലുന്ന കർത്താവ് തന്നെ അരുളി ചെയ്തത്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. യേശു നമ്മെ തള്ളിക്കളയിൽ ഉപേക്ഷിക്കും. പക്ഷേ ഡോക്ടേഴ്സ് ഒരു പക്ഷേ തള്ളിക്കളയുന്ന ഉപേക്ഷിക്കുന്നൊക്കെ നിമിഷങ്ങളിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കാം. അതുപോലെ സഹോദരന് ഹാർട്ട് അറ്റാക്ക് വന്ന് ICUവിലായിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിന് ശരീരത്തിൽ മരുന്നൊന്നും പ്രതികരിക്കുന്നില്ല. ഡോക്ടേഴ്സ് ഒരു കൈവിട്ട ഒരു സ്റ്റേജിലാണ്. ഇദ്ദേഹം പ്രേയിങ് കേരളയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ച് സജീവാണ് ഇത് നമ്മൾ കോട്ടയത്ത് നിന്ന് അറിയിച്ചിരിക്കുന്നത്. നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു, പ്രേയിങ് കേരളയിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. ആ നിമിഷം മുതൽ സഹോദരൻ അത്ഭുതമായ വ്യത്യാസം കർത്താവ് നൽകി കൊടുത്തു. മരുന്നിനോട് പ്രതികരിക്കാൻ തുടങ്ങി. വേഗത്തിൽ തന്നെ ഡിസ്ചാർജ് വാർഡിലേക്ക് മാറ്റാമെന്ന് ആ ഉടൻ തന്നെ ഡോക്ടേഴ്സ് അറിയിക്കുവാൻ ഇടയായെന്ന് നമ്മെ ഇവിടെ സജീവ് അറിയിച്ചിരിക്കുന്നു. പ്രാർത്ഥിക്കാൻ എല്ലാവരോടും നന്ദി പറഞ്ഞിരിക്കുന്നു. 16 വയസ്സുള്ള മകൻ കോപം മൂലം സാധനങ്ങൾ നശിപ്പിക്കുന്ന എന്തെങ്കിലും പ്രോബ്ലങ്ങൾ വീട്ടിലുണ്ടാകുന്നെങ്കിൽ ശ്രീപത്രെ വലിയ പ്രയാസങ്ങളും സൃഷ്ടിക്കുന്ന സമയത്തായിരുന്നു. പ്രത്യേകിച്ച് ഈ മകൻ്റെ വിടുതലിനും സ്വഭാവത്തിനും ഒരു മാറ്റത്തിനും വേണ്ടി തിരുവനന്തപുരത്തും ഒരു കുടുംബം പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് വലിയ മാറ്റങ്ങളെ അവൻ്റെ ജീവിതത്തിൽ നൽകി. തുടർന്നും ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥന ദൈവസന്നിധിയിൽ ചോദിച്ചിരിക്കുന്നു. പുതിയൊരു കടപ്പാണിത്, പക്ഷേ അതിൻ്റെ കരമടയ്ക്കുന്നതിന് ഒത്തിരി തടസ്സങ്ങളായിരുന്നു. ഈ വിഷയം പ്രേയിങ് കേരളയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി അറിയിച്ചു. നമുക്കറിയാം ഈ തത്സമയം പ്രാർത്ഥനയും ആരാധനയും നടക്കുമ്പോൾ നമ്മൾ എണ്ണയും വെള്ളവും ഒക്കെ എടുത്ത് വെച്ച് പ്രാർത്ഥിക്കണം. ഈ സമയത്ത് പല പ്രിയപ്പെട്ട ഡോക്യുമെൻസുകൾ എടുത്ത് വെച്ച് പ്രാർത്ഥിക്കണം. അത് സംബന്ധമായ പ്രശ്നങ്ങൾ മാറേണ്ടതിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഇവരും ആ ഡോക്യുമെൻസുകൾ എടുത്ത് വെച്ച് പ്രാർത്ഥിച്ച് തീവ്രതയെ ആ കരമടയ്ക്കാനുള്ള എല്ലാ തടസ്സങ്ങളും മാറി കരമടയ്ക്കാൻ സാധിച്ചു എന്ന് ജെസിയാണ് മാവേലിക്കരയിൽ നിന്നും അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ശ്രീമതി യേശു ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. നമുക്കറിയാം 7 മുതൽ 8 വരെ ഹാർവസ്റ്റ് കേരളത്തിലൂടെ ലോകരാജ്യങ്ങളിലേക്ക് ശുശ്രൂഷ എത്തുമ്പോൾ തന്നെ എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 7 വരെ ഹാർവസ്റ്റ് ചാനലിലൂടെയും ലോകരാജ്യങ്ങളിലേക്ക് ഈ ശുശ്രൂഷ എത്തിച്ചേരുന്നു. പ്രത്യേകിച്ച് എല്ലാ ദിവസവും രാവിലെ 6:31 നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഇത് പിറവത്തുനിന്നും ഒരു മാതാവ് അറിയിച്ചിരുന്നു. മകൾക്ക് IELTSന്റെ എക്സാം പലവട്ടം ശ്രമിച്ചിട്ടും പാസ്സാകാൻ കഴിയാതെ വളരെ വിഷമിക്കുന്ന സമയത്തായിരുന്നു പ്രേയിങ് കേരളയിൽ അത് പാസ്സാകാൻ വേണ്ടി പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചിട്ട് നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. ശ്രീമതി കഴിഞ്ഞ ദിവസം അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ പാസ്സായി പ്രാർത്ഥിച്ചുള്ള നന്ദി നമ്മളെ അറിയിച്ചിരിക്കുന്നു. കുടുംബത്തിനും ഒരു ആക്സിഡന്റ് പറ്റി ഈ സമയത്താണ് ശോഭന പ്രേയിങ് കേരളയിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി അറിയിച്ച് തീവ്രത ചേർന്ന് പ്രാർത്ഥിച്ചു. വേറെ ഒരു ദോഷവും തട്ടാതെ കർത്താവ് എല്ലാവരെയും പരിപാലിച്ചു. പ്രാർത്ഥിച്ചതിന് എല്ലാവരോടും നന്ദി അറിയിച്ചിരിക്കുന്നു. 15 വർഷമായി വയറിൻ്റെ സൈഡിൽ ഒരു മുഴയുണ്ടായിരുന്നു. ശ്രീമതി മാനസികമായി വലിയ പ്രയാസത്തോടെ കടന്നുപോയി. ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടേഴ്സിനെ കണ്ടപ്പോൾ വേഗത്തിൽ ഒരു ഓപ്പറേഷൻ വേണമെന്ന പറഞ്ഞത് പാറശാലയിൽ നിന്നും ഒരു സഹോദരനാണ് അറിയിച്ചത്. ആ സമയത്തായിരുന്നു മറ്റൊരു വ്യക്തി പറഞ്ഞു പ്രേയിങ് കേരള ശുശ്രൂഷയിൽ നമ്മോടുകൂടെ പ്രാർത്ഥനയിലും ആ രാത്രിയിലും പങ്കെടുത്തത്. പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് വയറ്റിൽ കൈവച്ച് നമ്മോടുകൂടെ ചേർന്ന് പ്രാർത്ഥിച്ചു. ശ്രീമതി സംഭവിച്ചത് അടുത്ത സ്കാനിങ്ങിൽ ആ മുഴ അവിടെ കാണാനില്ല. യേശു സൗഖ്യമാക്കി എന്ന്
അറിയിച്ചിരിക്കുന്നു. ഈ രാത്രിയിൽ നമുക്ക് ഒന്നിച്ച് നമ്മുടെ കുടുംബങ്ങളോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും. പലവിധമായ രോഗത്തിലൂടെ കടന്നു പോകുന്നവരും മറ്റ് പ്രശ്നങ്ങളിലെ പ്രയാസങ്ങളിലെ കടന്നു പോകുന്നവരുണ്ട്. ഈ രാത്രി നാം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ യേശു അത്ഭുതമായി ഓരോരുത്തർക്കും വിടുതലും സൗഖ്യം നൽകേണ്ടതിനായി നാം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുമ്പോൾ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗത്താൽ വിഷമിക്കുന്നവർ ഇന്ന് രാത്രി സൗഖ്യമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്യാൻസറിന്റെ വിവിധ സ്റ്റേജുകളുടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. അപൂർവ രോഗങ്ങൾ നിമിത്തം വിഷമിക്കുന്നവരുണ്ട് കർത്താവേ. മാനസികമായ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. മാനസിക രോഗനിമിത്തം വിഷമിക്കുന്നവരുണ്ട്. ജനിച്ച നാൾ മുതൽ തളർന്നു കിടക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. അസ്ഥി സംബന്ധമായ രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അതെ, അങ്ങ് സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന ദൈവമായിരിക്കും. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അങ്ങയുടെ അടിപ്പിണരാലുള്ള സൗഖ്യത്തെ, കാൽവറിയിൽ തികച്ചെടുത്ത സൗഖ്യത്തെ തന്നെ ഓരോ വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും കൊണ്ടുവരുന്നു. സൗഖ്യമായി തീരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഇന്ന് രാത്രിയിൽ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ ബഹുമാന്യ വ്യക്തിയെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ അഭിനന്ദിക്കുമ്പോൾ 18-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ നമ്മളിവിടെ വായിക്കുന്നു. സാം നമ്പർ 18 വേഴ്സ് നമ്പർ 1 and 2 says, എൻ്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്നതിൻ്റെ പാറയും എൻ്റെ പരിചയം എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും ആകുന്നു. I will love you, O Lord, my strength. The Lord is my rock and my fortress and my deliverer. My God, my strength, in whom I will trust, my shield and the horn of my salvation, my stronghold. And I will call upon the Lord, who is worthy to be praised. So shall I be saved from all my enemies. Verse number 3 says, സുസ്ഥിനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. Amen. Verse number 4 says, മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു. 5, പാതാളപാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിൻ്റെ കെണികളും എന്നെ തുടർന്ന് പിടിച്ചു. Keep going. Verse number 4, the pangs of death surrounded me and the floods of ungodliness made me afraid. The sorrows of Sheol surrounded me and the snares of death confronted me. In my distress I called upon the Lord and cried out to my God. He heard my voice from his temple, and my cry came before him even to his ears. 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിച്ചത്, എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു, തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിൽ എത്തി. എത്ര സന്തോഷവും ധൈര്യവുമാണ് നമുക്ക് ഇന്ന് രാത്രിയിൽ ദൈവ തിരുവഴുത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. എവ്രിവെയർ ഇൻ ദ വേൾഡ് പീപ്പിൾ ആർ ഇൻ പെയിൻ, ഇൻ ആഗണി ആൻഡ് ഇൻ കൺഫ്യൂഷൻ. ലോകത്തിൽ എല്ലായിടത്തും ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് കൊറോണ കാലഘട്ടത്തിൽ ആൾക്കാരെല്ലാം വേദനയിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു, മാനസികമായിട്ടും ശാരീരികമായിട്ടും. They knock every door or they move from pillar to post for an answer to their questions and doubts. ഒരു വാതിൽ നിന്നും മറ്റൊരു വാതിലേക്ക്, ഒരു തൂണിൽ നിന്നും മറ്റൊരു തൂണിലേക്ക് സഹായം തേടി പോകുന്നു, എന്നാൽ ഉത്തരം ലഭിക്കാത്തതായ ഒരു സ്ഥിതി. Bible says, verse number 6 says, എൻ്റെ കഷ്ടതയിൽ, in my distress I have called upon the name of the Lord. എന്നാൽ 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. യഹോവ എൻ്റെ കരച്ചിൽ കേട്ടു. എനിക്ക് വിളിച്ചപേക്ഷിക്കാൻ ഒരു ദൈവം ഉണ്ട് എന്നുള്ളതല്ലേ, അതിനുകൊണ്ടല്ലേ എനിക്ക് വിളിച്ചപേക്ഷിക്കാൻ സാധിക്കും. Here we have a very blessed assurance that we have a God whom we can call in the time of distress and troubles. When I called upon his name, he answered me, delivered me from all my troubles. യേശു കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക്, എൻ്റെ നിലവിളിക്ക്, എൻ്റെ കരച്ചിലിന് ഉത്തരം തരുന്നൊരു യേശു ജീവിക്കുന്നു. 4-5 വാക്യങ്ങൾ അദ്ദേഹം നിൽക്കുന്ന സാഹചര്യത്തെ മനസ്സിൽ, മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാളപാശങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിൻ്റെ കെണികളും എന്നെ തുടർന്ന് പിടിച്ചു. See the situation in which the psalmist is. It says, the pangs of death surrounded me and the floods of ungodliness made me afraid, and the sorrows of Sheol surrounded me and the snares of death confronted me. To facilitate man to travel from one end to the other,
We have made all kinds of aircrafts, but today aircraft industry is almost dead. ഭൂമിയുടെ ഒരറ്റത്തു നിന്ന് മറ്ററ്റത്തേക്ക് സഞ്ചരിക്കുവാൻ നമുക്ക് വലിയ പ്ലെയിനുകൾ, എയ്റോപ്ലെയിൻ ധാരാളമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഈ സ്പേസ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രി തകർന്നുകൊണ്ടിരിക്കുകയാണ്. Trillions of dollars became dead money. കോടിക്കണക്കിന് രൂപ നിഷ്ഫലമായി പോയിരിക്കുന്നു. We found that it is so fascinating and faster in travel. നമുക്ക് ഈ യാത്ര ചെയ്യുമ്പോൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്കൊക്കെ നമ്മൾ ഈ പറന്നു പോകുമ്പോൾ നമുക്ക് വലിയ സന്തോഷം, വലിയ കൗതുകമാണ്. Sad point today is it is blocked, it is banned just because of a virus. എന്നാൽ ഒരു വൈറസിന്റെ മുമ്പിൽ നിലച്ചു പോയതായ നമ്മുടെ സംവിധാനം, So as every other segment of the society, അതുപോലെ തന്നെയാണ് സമൂഹത്തിന്റെ മറ്റ് മേഖലകളൊക്കെയും ബാധിക്കപ്പെട്ടിരിക്കുന്നത്. if you will go towards north, you have death there, or to the south you have death there. You have death and the cry of people everywhere in the world. വടക്കോട്ട് പോയാൽ അവിടെ മരണത്തിന്റെ ശബ്ദം, തെക്കോട്ട് പോയാൽ അവിടെയും മരണത്തിന്റെ ശബ്ദം, മുമ്പിലും പിറകിലും മരണത്തിന്റെ ശബ്ദം മാത്രമേ നമുക്ക് കേൾക്കുവാൻ In the midst of this present scenario, what would I do? എന്നാൽ ഇതിന്റെ നടുവിൽ ഞാൻ എന്ത് ചെയ്യണം? Verse number 3 says, verse number 3, മൂന്നാമത്തെ വാക്യത്തിൽ, I will call upon the Lord who is worthy to be praised, so shall I be saved from my enemies. when the pangs of death rise against me, what will I do? മരണത്തിന്റെ പാശങ്ങൾ എന്നെ ചുറ്റുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? When I go through the distress, what would I do? കഷ്ടതയിൽ കൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? When industries are crumbling, what would I do? ഇൻഡസ്ട്രികൾ തകരുമ്പോൾ, ലോകത്തിന്റെ സംവിധാനങ്ങൾ ക്ഷയിച്ചു പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? When the supply system is cut off, when the rationing is not even enough for me, what would I do? വൈദ്യുതി സംവിധാനങ്ങൾ നിന്നു പോയാലും അല്ലെങ്കിൽ മുറിഞ്ഞു പോയാലും മറ്റ് സംവിധാനങ്ങളൊക്കെയും നിന്നു പോയാലും എന്റെ പ്രതികരണം എങ്ങനായിരിക്കണം? What will I do? ഞാൻ എന്ത് ചെയ്യണം? That's the question people ask around the globe. What will I do? ഈ ചോദ്യമാണ് ലോകത്തിലുള്ള എല്ലാവരും ഒരുപോലെ ചോദിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യണം? What will I do? What will I do? ഈ പ്രതിസന്ധിയിൽ, ഈ കൊടുംകാറ്റിന്റെ നടുവിൽ ഞാൻ എന്ത് ചെയ്യണം? എന്റെ പങ്കെന്താണ്? What will I do? ഞാൻ എന്ത് ചെയ്യണം? That this is what I am going to do. ഇതാണ് ഞാൻ ചെയ്യാൻ Verse പോകുന്നത്. number 3 says, മൂന്നാമത്തെ വാക്യത്തിൽ I പറയുന്നു, will call upon the name of the Lord who made the heavens and the earth. ഞാൻ ചെയ്യാൻ പോകുന്നത് ആകാശത്തെയും ഭൂമിയെയും നിർമ്മിച്ച യേശു കർത്താവിനെ, യഹോവയായ ദൈവത്തെ ഞാൻ And വിളിച്ചപേക്ഷിക്കും. I will be saved from all destructive situations of life. ഓ, ഞാൻ എന്റെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ശത്രുവിന്റെ കരത്തിൽ നിന്നും എല്ലാ തകർച്ചയ്ക്കകത്തുനിന്നും ഞാൻ വിടുവിക്കപ്പെടും. Though in the midst of all devastating situations, I have a deliverer in Jesus. ശിഥിലമായി പൊക്കൊണ്ടിരിക്കുന്നതായ ഈ ജീവിത സാഹചര്യത്തിന്റെ നടുവിലും എന്നെ കരം പൊക്കി എടുക്കുവാൻ, എന്നെ പണിതെടുക്കുവാൻ എന്റെ യേശു എന്നോട് കൂടെയുണ്ട്. That is my confidence that I have a God in Jesus. He will deliver me. He will save me. അതാണ് എനിക്ക് ദൈവത്തിന്റെ വചനം തരുന്ന ഉറപ്പ്. ഈ ലോകത്തിലെ ഏത് സാഹചര്യത്തിന്റെ അകത്തുനിന്നും എന്നെ വിടുവിപ്പാൻ, രക്ഷിക്കുവാൻ, ഉദ്ധരിപ്പാൻ, എന്നെ പാറയുടെ മുകൾ ഉറപ്പിച്ച് നിർത്തുവാൻ എന്റെ യേശു എന്നിൽ വസിക്കുന്നു. Why? Because he's more than a deliverer to me. കാരണം അവൻ ഒരു രക്ഷകനേക്കാളും മീതെയാണ്. Jesus is more than a savior to me. ഓ, എന്റെ യേശു ഒരു രക്ഷകനേക്കാളും മീതെയാണ്. Bible says, Psalm number 18 verse number 1, Jesus Christ of Nazareth is, verse number 2 says, The He's Lord, the rock of my life. The Lord is my rock and my fortress and my deliverer. Oh my goodness. My God, my strength in whom I trust, my shield and the horn of my salvation, my stronghold. See all different adjectives used there. Yes, yes.
God is the rock of my life. യേശു എന്റെ ജീവിതത്തിന്റെ പാറയാകുന്നു. God is a hedge around me. യേശു കർത്താവ് എന്റെ ജീവിതത്തിന്റെ എനിക്ക് ചുറ്റും എന്റെ യേശു മതിലാണ്, And ഒരു വേലിയായി. He's the deliverer of my life. അത് മാത്രമല്ല, യേശു കർത്താവ് എന്റെ ജീവിതത്തിന്റെ രക്ഷകനാണ്. He is the shield of my life. എന്റെ യേശു കർത്താവ് എന്റെ ജീവിതത്തിന്റെ പരിചയാണ്. And He is the horn of salvation ഓ, and എന്റെ യേശു victory of my കർത്താവ് life. എന്റെ രക്ഷയുടെ Let the weight- കൊമ്പാണ്. Oh, weight of your glory cover us. Let the life of your river flow. Let the truth of your kingdom reign in us. Let the weight of your glory, let the weight of your glory fall, and let the weight of your glory cover us. I am in distress, Let the life of your river but I have God in Jesus. let the truth of your kingdom reign in us. Let the weight of your glory, let the weight of your glory fall. Let the weight of your glory, Oh, let the weight of your glory fall. So in this situation, when I am encompassed with all deadly situations, what will I do? മരണത്തിന്റെ കെണികൾ, മരണത്തിന്റെ പാശങ്ങൾ എന്നെ ചുറ്റി വളയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? When I pass through the hopeless situations of life, what will I do? പ്രതീക്ഷ അറ്റുപോയ ജീവിത സാഹചര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യും? If my doctors leave me, what would I do? ഡോക്ടർമാർ എന്നെ ഉപേക്ഷിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? I will call upon the name of the Lord. ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം, ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, രക്ഷയാകുന്ന രക്ഷകനായ യേശു കർത്താവിനെ ഞാൻ And He വിളിച്ചപേക്ഷിക്കും. will deliver me. വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരം തന്ന് എന്നെ എല്ലാ കഷ്ടങ്ങളിൽ നിന്നും യേശു എന്നെ He വിടുവിക്കും. is more than able to deliver me even tonight. നാളെയല്ല, ഈ നിമിഷം, ഇന്ന് ഇപ്പോൾ. ഇപ്പോൾ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഇറങ്ങി വന്ന് എന്നെ രക്ഷിക്കും. ഒരു ടെസ്റ്റിമണി, മകൻ വർഷങ്ങളായി മദ്യപിക്കുന്ന ആളാ. മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ഭ്രാന്തനെ പോലെ കുടുംബത്തിനകത്ത് എന്നും വഴക്ക്. അതുമാത്രമല്ല, അവൻ കൊല്ലുമെന്ന്, തന്നെത്താൻ ചാകുമെന്ന് പറഞ്ഞ് ഭീഷണി. അവൻ അതിനുവേണ്ടി പല പ്രാവശ്യം ശ്രമിച്ചു, പലരെ കൊണ്ട് ഉപദേശിപ്പിക്കാൻ നോക്കി. ഒരു പ്രയോജനവും ഇല്ലാതെ വന്നു. ഈ വീണ്ടും മദ്യത്തിൻ്റെയും എല്ലാ ദുരിതത്തിലൂടെ കടന്നുപോയി. പ്രേയങ്ങളെ ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് സംഭവിച്ചു. ഇവിടെ 3-ാമത്തെ വാക്യത്തിലൂടെ സുസ്ഥ്യനായ യേശുവെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ കർത്താവ് ചെയ്തത്, ദൈവം അവന് വിടുതൽ നൽകി. പരിപൂർണ സ്വാതന്ത്ര്യം യേശു നൽകുക മാത്രമല്ല, ഇപ്പോൾ ഈ അമ്മയുടെ കൂടെ പള്ളിയിലും പോകുന്നുണ്ട്. ഈ യേശു എത്ര നല്ലവൻ. If Jesus had done that for them, He is not changed for you and for me, beloved. ഈ മകന് വേണ്ടി പ്രവർത്തിച്ച കർത്താവ്, ആ കർത്താവിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. And He has not changed it. അവൻ ഒരിക്കലും, യേശു കർത്താവ് ഒരിക്കലും മാറത്തില്ല, ഒരിക്കലും മാറാത്ത ദൈവമാണ്. He has not done with you yet, beloved. ഇതുവരെ യേശു കർത്താവിന്റെ പ്രവൃത്തി താങ്കളുടെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ തീർന്നു പോയിട്ടില്ല. കർത്താവിനെയും പ്രവർത്തിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് താങ്കളെ മാറ്റിയിട്ടിട്ടില്ല. Yes. Jesus still wants to come to you, bless you, raise you up and fill you with His glory, so that you will become a blessing to the multitudes around the globe. മനുഷ്യർ നമ്മളെ മാറ്റി ഇടുമ്പോഴും കർത്താവ് നമ്മളെ ഒരു നാളും മാറ്റിയിടത്തില്ല. കർത്താവ് ഇറങ്ങി വന്ന് കർത്താവിന്റെ മഹത്വം കൊണ്ട് നിറച്ച് കർത്താവിന്റെ ഒരു അത്ഭുതമാക്കി തീർക്കും. Let's pray tonight, Father, in Jesus' name.
യേശു പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ We pray പ്രാർത്ഥിക്കുന്നു. that the hand of the Lord will be upon everyone. അതേ കർത്താവേ, ഈ രാത്രി ഓരോരുത്തരുടെ മേലും യേശുവിന്റെ കരം വെളിപ്പെടട്ടെ. Lord, teach us to call upon the name of the Lord. യേശുവേ, അങ്ങയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. Lord, we are frightened. Teach us, Lord, to call upon you, O God. കർത്താവേ, ഞങ്ങൾ ഭയപ്പെടുമ്പോൾ, ഭീതി നിറഞ്ഞ സാഹചര്യത്തിലും എല്ലായ്പ്പോഴും യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാൻ, യേശുവിനോട് പ്രാർത്ഥിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് Heal us, പ്രാർത്ഥിക്കുന്നു. Lord, even when doctors leave us, O God. ഡോക്ടർമാർ കൈവിടുമ്പോൾ, ഡോക്ടർമാർ ഉപേക്ഷിക്കുമ്പോൾ, ഹോസ്പിറ്റൽ തള്ളി പുറത്താക്കുമ്പോൾ, യേശുവേ, അങ്ങ് ഞങ്ങളുടെ സൗഖ്യദായകനായി കൂടെ ഉള്ളതിനായി സ്തോത്രം. Lord, provide for us when all provisions are cut off, O God. ഈ ലോകത്തിന്റെയും മനുഷ്യന്റെയും കരുതൽ തീരുമ്പോൾ, യേശുവേ, അവിടുത്തെ പുത്തൻ കരുതൽ എന്റെ ജീവിതത്തിൽ അവിടുന്ന് നൽകി തരണമേ. Open doors for us, Lord, when all the doors are closed before us. കർത്താവേ, ഈ ലോകത്തിലെ വാതിലുകൾ എല്ലാം അടയുമ്പോൾ, യേശുവേ, അവിടുന്ന് വാതിലായി എന്നോട് കൂടെ ഉള്ളതിനായി സ്തോത്രം. Raise each one of us, shape each one of us, and fashion us, Lord, കർത്താവേ, even when we are fragmented. കർത്താവേ, ശിഥിലമായിട്ട് മുറിഞ്ഞു പോകുമ്പോഴും, യേശുവേ, അവിടുത്തെ നല്ല കരം, ആ കുശവന്റെ കരം ഞങ്ങളെ പണിതെടുക്കട്ടെ, മെനഞ്ഞെടുക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. In Jesus' name, Lord. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Amen. ആമേൻ. സംസാര തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, യേശു നമുക്ക് വേണ്ടി കരുതുന്നവനാകിയാൽ നമ്മുടെ സകല ചിന്താകുലങ്ങളെയും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ. ഇന്ന് രാത്രി നമ്മൾ കേട്ടതുപോലെ നമ്മൾ പ്രശ്നങ്ങളെ വെല്ലുവിളികളെയൊക്കെ കടന്നു പോകുമ്പോൾ നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ നമുക്ക് ഉത്തരം മരുളുന്ന കർത്താവ്. ഇന്ന് രാത്രിയിൽ നമുക്ക് ഒന്നിച്ച് ദൈവസന്നിധിയിൽ നമ്മുടെ കുടുംബാംഗങ്ങളോട് കൂടെ നമ്മുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഹസ്ബൻഡിന് ഡിസ്കിന് കംപ്ലൈൻറ്റ്, എഴുന്നേറ്റ് നിൽക്കാൻ പ്രയാസം, ഇരിക്കാൻ പ്രയാസം, കടക്കാൻ പ്രയാസം, ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ട്, ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥിക്കേണ്ടി പ്രിയങ്കയിൽ അറിയിക്കുകയും കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തത് വീണ്ടും നമ്മെ അറിയിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. യേശു പൂർണ്ണമായും അദ്ദേഹത്തിന് സൗഖ്യം നൽകി കൊടുത്തു പ്രാർത്ഥിച്ചതിന് നന്ദി അറിയിച്ചിരിക്കുന്നു. ബ്രദറെ ചോദിക്കുമ്പോൾ ഉത്തരം വരുന്ന, പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന യേശുവിന്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. അനേക സാക്ഷ്യങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വാട്സാപ്പിലൂടെ ലഭിച്ച ഒരു സാക്ഷ്യം ഇതാണ്. പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. 2 വിഷയങ്ങളായിരുന്നു. സഹോദരിയുടെ മകൻ സംസാരിക്കുന്നില്ലായിരുന്നു, അതുപോലെ സഹോദരൻ മദ്യപിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പ്രാർത്ഥനയുടെ ശേഷം സഹോദരിയുടെ മകൻ സംസാരിച്ചു, സഹോദരന്റെ മദ്യപാനം പൂർണ്ണമായി മാറി. സാറേ, ഇന്ന് രാത്രിയിൽ നമ്മൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് നമ്മുടെ പ്രിയങ്കേലയുടെ ആരംഭ ദിവസം. പ്രിയങ്കേലയിലേക്ക് ആദ്യമായിട്ട് പ്രാർത്ഥിക്കേണ്ടി വിളിച്ചു പറഞ്ഞ വ്യക്തിയുടെ മുതലുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ 2469 ദിവസങ്ങൾ നമ്മൾ എത്തി നിൽക്കുമ്പോൾ 17 ലക്ഷത്തിന് മീതെ വ്യക്തികളുടെ കുടുംബങ്ങളുടെ വിവരങ്ങളാണ് ഈ ഓൾട്ടറിലിരിക്കുന്നത്. നമുക്ക് ഒന്നിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളോട് കൂടെ ദിവസങ്ങളിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഈ ഓരോ വ്യക്തിക്ക് വേണ്ടി, ഓരോ കുടുംബത്തിന് വേണ്ടി യേശു അതിശയം പ്രവർത്തി. ഇന്ന് രാത്രി നമ്മൾ കേട്ടതുപോലെ തന്നെ കർത്താവ് നമ്മളെ വിടുവിക്കുന്ന ദൈവം, നമ്മളെ രക്ഷിക്കുന്ന ദൈവമാണ്, നമ്മെ സൗഖ്യമാക്കുന്നവന്, നമ്മളെ അനുഗ്രഹിക്കുന്നവന്. രോഗികളായിരിക്കുന്ന അനേകം പ്രിയപ്പെട്ട വിവരങ്ങൾ ഇതിനകത്തുണ്ട്. സ്വന്തമായിട്ട് വീടില്ലാത്തവർ വിവരങ്ങൾ അതിനകത്തുണ്ട്, ജോലിയില്ലാത്ത, വരുമാനമില്ലാത്തതൊക്കെ വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. കുടുംബങ്ങൾ കടന്നു പോകുന്ന ഏത് വിഷയമാണെങ്കിലും ആ വിഷയത്തിനകത്ത് യേശു അത്ഭുതം പ്രവർത്തിക്കേണ്ടതിനായി നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കും. ഈ തത്സമയ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ ആ സ്ഥലങ്ങൾ എഴുന്നേൽക്കാൻ പറ്റുന്ന പ്രിയപ്പെട്ടവരൊക്കെ എഴുന്നേറ്റ് ആ സ്ക്രീനിൽ കടന്ന് ഓൾട്ടറിന് നേരെ കരങ്ങൾ നീട്ടി നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. നമ്മൾ ഈ സമയത്ത് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വയം സാർ പ്രാർത്ഥിച്ചാട്ടെ. സ്തുതികൾക്ക് യോഗ്യനായ യേശുവേ, അങ്ങയെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവേ, ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ രക്ഷ പ്രാപിക്കും എന്ന് വചനത്തിൽ കേട്ട പോലെ കർത്താവേ, ഈ രാത്രിയെങ്കിൽ കർത്താവേ, അങ്ങയുടെ പൊന്നുനാമത്തെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവേ, 2013 ഫെബ്രുവരി മാസം 1-ാം തീയതി ലഭിച്ച ആദ്യത്തെ പ്രാർത്ഥന വിഷയം മുതൽ കർത്താവേ, ഇപ്പോൾ ലഭിച്ച പ്രാർത്ഥന വിഷയം വരെ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങേക്ക് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ കർത്താവേ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് വാക്ക് പറഞ്ഞ ദൈവമേ, കർത്താവ് തരുന്ന വിടുതൽ, സൗഖ്യം, ജയം ഓരോരുത്തരിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. രോഗികൾ ഇന്ന് കിടക്ക വിട്ട് എഴുന്നേൽക്കട്ടെ കർത്താവേ. ബന്ധനത്തിലായിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇന്ന് സ്വതന്ത്രരാകട്ടെ കർത്താവേ. വഴികൾ അടഞ്ഞിരിക്കുന്നവർ, വാതിലുകൾ അടഞ്ഞിരിക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ അവർക്കത് തുറന്നു കിട്ടട്ടെ കർത്താവേ. ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ മേഖലയിലും ജീവനും സമൃദ്ധമായ ജീവനും കർത്താവ് ഓരോരുത്തരിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു കർത്താവേ. യേശുവിൻ നാമത്തിൽ അവർക്ക് അത് ലഭിക്കട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് രാത്രി നമുക്ക് സ്ത്രീ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട. ഓരോ സ്ത്രീയും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ദൈവത്തിന് യേശു അവർക്ക് വേണ്ടി കരുതിയ സമൃദ്ധമായ ജീവന് അവർ ഉടമകളായി തീരണം. സ്ത്രീകൾ എവിടെ പാർത്താലും ഇന്ന് ഈ ദിവസങ്ങൾ നമുക്കറിയാം, പത്രങ്ങളിലൂടെ ടെലിവിഷനിലൂടെ ലഭിക്കുന്ന ഒരുപാട് വർത്തമാനങ്ങൾ, സ്ത്രീജനത്തിന് നേരെ ഉള്ളതായ ഉപദ്രവങ്ങൾ, ചതിവുകൾ, വഞ്ചനകൾ, കുലപാതകങ്ങൾ, സ്വന്തം കുഞ്ഞുങ്ങളെ പോലും കൊല്ലുന്ന അമ്മമാർ ഇന്ന് ഭൂമിയിലുള്ള ഒരു അന്തരീക്ഷത്തിൽ ബൈബിൾ നേരെ
വളരെ വ്യത്യസ്തമായിട്ടാണ് ചോദിക്കുന്നത്. ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ മറക്കാൻ പറ്റുമോ? മറക്കുക മാത്രമല്ല, സ്വന്തം മകളെ കൊല്ലുന്നത് പോലും നമ്മൾ കാണുന്ന അന്തരീക്ഷത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചത് 16 വയസ്സുള്ളൊരു മകളെ സ്വന്തം അമ്മ തന്നെ അടിച്ച് വീഴ്ത്തി കൊന്നു എന്ന് കേൾക്കുവാനിടയായി. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കേരളത്തിൽ തന്നെ അത് സംഭവിക്കുന്നത്. സ്ത്രീകൾ ഓരോരുത്തരും അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റുന്നവരായി മാറണം. അടിമത്തങ്ങളിൽ നിന്ന് അവർ പുറത്തു വരണം. ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. യെശയ്യാവിൽ നമ്മൾ വായിക്കുന്ന തിരുവെഴുത്ത് ഇങ്ങനെയാണ്: ഒരമ്മയ്ക്ക് തൻ്റെ മകളെ, തൻ്റെ കുഞ്ഞിനെ മറക്കാൻ കഴിയുമോ? ഒരമ്മ തൻ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല. ഒരു സ്ത്രീ പോലും മറക്കപ്പെടരുത്. അവർ എല്ലായിടത്തും അനുഗ്രഹിക്കപ്പെടണം. അവർ അടിമത്തങ്ങളിൽ നിന്ന് പുറത്തു വരണം, ചതിവിൽ നിന്ന് പുറത്തു വരണം. നമ്മുടെ ഉദരത്തിൽ ആയിരിക്കുന്ന പെൺകുഞ്ഞു മുതൽ ഭൂമിയിൽ ഉള്ള ഏറ്റവും പ്രായമുള്ള അമ്മ വരെ ഇന്ന് എവിടെ പാർക്കുന്നെങ്കിലും, ചിലരൊക്കെ ജയിലില്ല, ചിലരൊക്കെ വീട്ടില്ല, ചിലരൊക്കെ ഓഫീസില്ല, ചിലരൊക്കെ യാത്രയില്ല, ചിലരൊക്കെ എവിടെയൊക്കെയാണെന്ന് ആർക്കും അറിയത്തില്ല. എവിടെയായിരിക്കുന്നെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ മേൽ പൊരുന്ന് ഇറങ്ങി വസിക്കേണ്ടതിന്, അവരെ നേർനിലത്തിൽ വഴി നടത്തേണ്ടതിന്, ഓരോരുത്തരും അനുഗ്രഹീതരായി തീരേണ്ടതിനും. അപ്പോൾ തന്നെ തള്ളപ്പെടലിലൂടെ പോകുന്നവരുണ്ട്, ഉപദ്രവങ്ങളിലൂടെ പോകുന്നവരുണ്ട്. അവർക്ക് സൗഖ്യമുണ്ടാകണം. മനുഷ്യനോട് പറഞ്ഞറിയാൻ കഴിയാത്ത രോഗത്തിലൂടെ പോകുന്നവരുണ്ട്. അവർക്ക് സൗഖ്യമുണ്ടാകണം. ഈ രാത്രി ഒന്നിച്ച് അവർക്കായി നാം കുടുംബമായി പ്രാർത്ഥിക്കുമ്പോൾ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ലോകത്തിലുള്ള സ്ത്രീ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാഥ, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരാമെന്ന് വാക്ക് പറഞ്ഞ യേശുവേ, ഞങ്ങൾ ചോദിക്കുന്നപ്പോൾ ഓരോ സ്ത്രീയുടെ മേലും പരിശുദ്ധാത്മാവ് പൊരുന്നിരിക്കണം. പ്രത്യേകിച്ച് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവ് ഓരോ സ്ത്രീയുടെ അകത്ത് വസിക്കണം കർത്താവേ. പാപവഴികളിൽ സഞ്ചരിക്കുന്ന സ്ത്രീകൾ പാപവഴികൾ വിട്ട് യേശു തരുന്ന നിത്യജീവൻ അവകാശമാക്കുവാൻ തക്കവണ്ണം കർത്താവ് അവരെ കൃപ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, തല കുനിഞ്ഞുപോയ സ്ത്രീകൾ ഉണ്ട് കർത്താവേ. ഭർത്താക്കന്മാരുടെ പീഡനം അനുഭവിച്ച് മാനസിക രോഗികളായി പോയവരുണ്ട് കർത്താവേ. ശരീരത്തിൽ വളരെയധികം ഫിസിക്കൽ അബ്യൂസ് അനുഭവിക്കുന്നവരുണ്ട്. യേശുവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ തന്നെ കർത്താവേ പ്രാർത്ഥിക്കുന്നു, അവരുടെ കണ്ണിലെ കണ്ണുനീർ കർത്താവ് തുടയ്ക്കണമേ എന്ന് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് കർത്താവേ, ഞങ്ങളുടെ യുവതികൾക്ക്, ടീനേജേഴ്സിന്, ഞങ്ങളുടെ പെൺമക്കൾക്ക് അപ്പാ യേശുവേ, അവിടുന്ന് സുരക്ഷിതത്വം, സംരക്ഷണം നൽകി കൊടുക്കണം. ഓരോ സ്ത്രീയും പ്രാർത്ഥനാലയമായി മാറട്ടെ. ഓരോ സ്ത്രീയും പ്രാർത്ഥനയുടെ ആത്മാവിനാൽ നിറയട്ടെ കർത്താവേ. ആമീൻ. ദൈവിക നിലവാരം പുലർത്തുന്ന സ്ത്രീകൾ സമൂഹത്തിൽ എഴുന്നേൽക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ സ്ത്രീ സമൂഹം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്ത്യയിൽ സ്ത്രീ സമൂഹം യേശുവിന്റെ നാമത്തിൽ അവർ ബലത്തോടെ, ശക്തിയോടെ എഴുന്നേൽക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ. ദീപ ബ്രദറെ, ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ നിന്ന് അനേക പ്രിയപ്പെട്ടവർ തത്സമയം നടക്കുന്ന ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് ബൈബിൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ പുരുഷന്മാരും അനുഗ്രഹിക്കപ്പെടണമെന്ന് ബൈബിൾ ആവശ്യപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി നമ്മൾ പുരുഷന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. തങ്കച്ചായൻ ഈ സന്ദർഭത്തിൽ ടെലഫോണിൽ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ആ ടെലഫോണിൽ നിന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. ഹലോ തങ്കച്ചായ. ഹലോ തങ്കച്ചായ, കേൾക്കാമോ? ഒന്നും കേൾക്കാൻ മേല. ഞങ്ങൾ തിരിച്ചു വരാം. ആ ഫോൺ ഒന്ന് കണക്ട് ആയിക്കോട്ടെ. ദീപ ബ്രദറെ, നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ടെലഫോൺ നമുക്ക് കണക്ട് ചെയ്യണം, ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുകയും വേണം. തീർച്ചയായിട്ടും സമുദ്ര, പ്രത്യേകിച്ച് പ്രിയങ്കല ശുശ്രൂഷയിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നു പുരുഷ സമൂഹം അനുഗ്രഹിക്കപ്പെടണമെന്ന്. മാത്രമല്ല, അവർ ദൈവത്തിൻ്റെ ആലയങ്ങളായി, ദൈവമഹത്വം വഹിക്കുന്നവരായി, പ്രാർത്ഥിക്കുന്നവരായി അവർ മാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് അടിമത്തങ്ങളിലൂടെ കടന്നു പോകുന്ന അനേക പുരുഷന്മാരായ നമ്മുടെ സഹോദരന്മാരുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ വിവിധ കേസുകളിൽ അകപ്പെട്ട, തടവുകളിൽ, ജയിലറകളിൽ അടയ്ക്കപ്പെട്ടവരുണ്ട്. അപ്പോൾ അവർക്ക് പുറത്തു വരാൻ കഴിയാതെ വിഷമിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കണം. അവരുടെ സ്വഭാവത്തിൽ പോലും എടുത്തു പറയത്തക്ക നിലയിലുള്ള വലിയ മാറ്റങ്ങളും വ്യത്യാസങ്ങളും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അവർക്ക് നൽകും. തങ്കച്ചായൻ്റെ ടെലഫോൺ കണക്ട് ആയെന്ന് തോന്നുന്നു. ഹലോ തങ്കച്ചായ, നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ 2469 ദിവസങ്ങളായി പ്രേയിങ് കേരള ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയിട്ട്. ലോക ചരിത്രത്തിൽ തന്നെ വേൾഡ് ക്രിസ്ത്യൻ ടെലിവിഷൻ മേഖലയിൽ തന്നെ ഇങ്ങനെ ഈ ടെലഫോൺ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നാണ് കണക്ട്. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ ഈ സ്ക്രീനിൽ നിന്ന് ആണ് അദ്ദേഹത്തോട് സംസാരിക്കുന്നത്. ഈ ഒരു സംവിധാനം ഒരുക്കിയ ആദ്യത്തെ ക്രിസ്ത്യൻ ടെലിവിഷൻ പ്രോഗ്രാം കൂടെ പ്രേയിങ് കേരള. Therefore, Praying Kerala has become the
first interactive Christian television program in the world, and God's blessing is over all of us and every one of us. നമ്മൾ ഓരോരുത്തരുടെ മേലും ദൈവത്തിന് അനുഗ്രഹമുണ്ട്. And we appreciate everyone joining us from different parts of the world on Harvest Kerala as well as on YouTube channel. യൂട്യൂബിലൂടെയും ഹാർവസ്റ്റ് കേരളത്തിലൂടെയും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ അഭിനന്ദിക്കുമ്പോൾ, കഴിഞ്ഞ ദിവസം നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകും തങ്കച്ചായ, ഓരോ പുരുഷനും ആണും അനുഗ്രഹിക്കപ്പെടേണ്ടേ തങ്കച്ചായ? തീർച്ചയായിട്ടും സഹോദരൻ, തീർച്ചയായിട്ടും അനുഗ്രഹിക്കണം. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം തങ്കച്ചായ പ്രാർത്ഥിച്ച ഒരു വിഷയത്തിൻ്റെ മറുപടി ഇവിടെ 9/11/2020 അദ്ദേഹത്തിൻ്റെ അമ്മ വിളിച്ചു പറയും, മകൻ ചെറുപ്രായം മുതൽ തന്നെ മദ്യത്തിന് അടിമയായി. മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള വർഷങ്ങളിൽ അവന് ഭ്രാന്ത് പോലെ കണ്ണിക്കാണുന്നത് മുഴുവൻ നശിപ്പിക്കും, വീട്ടിലുള്ളവരെ മുഴുവൻ ഉപദ്രവിക്കും. ആത്മഹത്യയുടെ ശ്രമങ്ങളാണ് നടത്തിയത്. പല പ്രാവശ്യം അദ്ദേഹം ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചു. ഇങ്ങനെ വീടും കൂടും എല്ലാം നശിപ്പിച്ച് സ്വന്തമായിട്ട് നശിച്ചുകൊണ്ടിരുന്ന ആ മകന് വേണ്ടി പ്രേയിങ് കേരളയിൽ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. 9/11/2020 അമ്മ അറിയിക്കുന്നത് മകന് പരിപൂർണ സൗഖ്യത്തെ യേശു നൽകിക്കൊടുത്തു. അത് മാത്രമല്ല, ആ മകൻ ഇപ്പോൾ പള്ളിയിലും കൂടെ അമ്മയുടെ കൂടെ ചെല്ലുന്നു. യേശുവിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ഓരോ വ്യക്തിക്കും അനുഭവിക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അടിമത്തങ്ങളിലൂടെ പോകുന്ന ആണുങ്ങളുണ്ട്. അവർക്ക് ഏത് വിഷയത്തിൻ്റെ മീതെയാണെങ്കിലും അതിൽ നിന്നൊരു സ്വാതന്ത്ര്യം ഉണ്ടാകണം. ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഉദ്ദേശങ്ങൾ നിറവേറ്റുന്ന ഒരു ആണായി, ഒരു പുരുഷനായി അവർ മാറേണ്ടതിന് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും സാന്ദ്രേ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് ദൈവിക പദ്ധതി അവരിലൂടെ നിറവേറ്റപ്പെടേണ്ടത്, അത് പൂർത്തീകരിക്കപ്പെടുവാൻ വേണ്ടി തന്നെ തീർച്ചയായിട്ടും കർത്താവ് അവരെ സഹായിക്കും. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ മാറ്റങ്ങളിലേക്കും വ്യത്യാസങ്ങളിലേക്കും യേശു അവരെ എത്തിക്കും. ഡോക്ടർ ജെയ്സൺ അറിയിക്കുന്നത് അവർ രണ്ടുപേരും, ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും ഡോക്ടേഴ്സാണ്. അവരുടെ കുഞ്ഞ് ഇപ്പോൾ 6.5 വയസ്സുള്ളപ്പോഴാണ് പ്രേയിങ് കേരളയിലേക്ക് അവർ വിളിച്ച് പ്രാർത്ഥന സഹായം തേടിയ ഒരു വിഷയം ഇതായിരുന്നു. ആ കുഞ്ഞിന് 6 മാസം മുതൽ എന്നും അസുഖങ്ങൾ, എപ്പോഴും അസുഖം, മരുന്ന് വീട്ടിൽ നിന്ന് ഒഴിഞ്ഞ കാലമില്ല. രണ്ടുപേരും ഡോക്ടേഴ്സ്. അവർക്ക് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു പീഡിയാട്രിക് സ്പെഷ്യലിസ്റ്റ് കൂടിയാണ്. എന്നിട്ടും ഈ കുഞ്ഞിനെ ചികിത്സിക്കാൻ പറ്റാതെ അവർ പല ആശുപത്രികളിൽ, പല സ്ഥലങ്ങളിൽ അവർ ആ കുഞ്ഞിനുമായിട്ട് ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പോയി. ഒരു പ്രയോജനവുമില്ലാതെ വന്നപ്പോഴാണ് പ്രേയിങ് കേരള പ്രാർത്ഥനയെക്കുറിച്ച് അവരോട് അവരുടെ വല്യമ്മയുടെ സഹോദരി, വല്യമ്മയുടെ സഹോദരി പറഞ്ഞത്. അങ്ങനെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. ചേർന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്ന് പ്രാർത്ഥിക്കുന്ന വേളയിൽ രാത്രി പകല് അല്പം വെള്ളവും എണ്ണയൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർ ഇച്ചിരി വെള്ളമൊക്കെ എടുത്ത് പ്രാർത്ഥിച്ച് ആ കുഞ്ഞിന് കൊടുത്തു. എണ്ണയെടുത്ത് പ്രാർത്ഥിച്ച് ആ കുഞ്ഞിന് കൊടുത്തു. കർത്താവ് പരിപൂർണമായ സൗഖ്യം. 6 മാസം മുതൽ ഉണ്ടായിരുന്ന രോഗവും ബാധകളും 6.5 വയസ്സായിട്ടും അത് മാറാതിരുന്നത് യേശുവിൻ്റെ സന്നിധിയിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് പരിപൂർണമായ സൗഖ്യത്തെ ആ കുഞ്ഞിന് നൽകിക്കൊടുത്തു. തീർച്ചയായിട്ടും സമുദ്രം, നമ്മൾ യേശുവിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് കർത്താവ് കാൽവറിയിൽ തികച്ചെടുത്ത സൗഖ്യവും വിടുതലും നമ്മുടെ ശരീരത്തിൽ അനുഭവിക്കാനായിട്ട് ഇടയായിത്തീരും. പല പുരുഷന്മാരും ഇന്ന് രാത്രിയിൽ വിഷമിക്കുന്നത് അവർക്ക് സാമ്പത്തികമായിട്ട് വിഷമങ്ങളിലൂടെ പോകുന്നുണ്ട്. ഇവർ കണ്ണൂരുകാരാണ്, പണയം വെച്ച ആധാരം നഷ്ടപ്പെട്ടു എന്ന് ബാങ്കുകാർ പറഞ്ഞു. ഈ സന്ദർഭത്തിൽ ഇവർ 12 ലക്ഷം രൂപ എഡ്യൂക്കേഷൻ ലോണും അവർക്കുണ്ട്, മക്കളുടെ പഠനത്തിന് വേണ്ടി എടുത്തതുമാണ്. ഈ വിഷയത്തിൽ വളരെ വിഷമിക്കുമ്പോഴാണ് പ്രേയിങ് കേരളയെക്കുറിച്ച് അറിയുവാനിടയായി തീർന്നത്. കർത്താവ് അതിന് രണ്ടിനും പരിഹാരം കൊടുത്തു. ഒന്ന്, നഷ്ടപ്പെട്ടു പോയ ആധാരം തിരികെ കിട്ടുക മാത്രമല്ല, 12 ലക്ഷം രൂപ എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടായിരുന്നത് അതും അടയ്ക്കാനുള്ള വഴി ദൈവം തുറന്നു കൊടുത്തു. അതിന് പകരം ഒരു മുഴം കയറിൽ അവർ അവസാനിക്കുകയല്ല, ഒരു വണ്ടിയുടെ മുമ്പിൽ പോയി ചാടുകയല്ല, കുറച്ച് വിഷം കുഴി കടിക്കുകയല്ല ചെയ്തത്. അവർ യേശുവിൽ ആശ്രയിച്ചപ്പോൾ ദൈവം അവർക്ക് വേണ്ടി അതിശയകരമായ വഴികൾ തുറന്നു കൊടുത്തു. ഇന്ന് രാത്രിയിലും ആയിരക്കണക്കിന് പുരുഷന്മാർ വീടിൻ്റെ ഉത്തരവാദിത്വം, കുഞ്ഞുങ്ങളുടെ കാര്യം, മക്കളെ കെട്ടിച്ചുവിടേണ്ട കാര്യം, വീടിൻ്റെ പണിയുടെ കാര്യം, ബിസിനസ്സിലെ കാര്യങ്ങൾ, വരുമാനങ്ങൾ, കടങ്ങൾ തോർത്ത് തീ തിന്നുന്ന പുരുഷന്മാരുണ്ട്. അവരുടെ സൗഖ്യത്തിനായി നമുക്ക്
പ്രാർത്ഥന. ഈ കുടുംബം യേശുവിൽ ആശ്രയിച്ചപ്പോൾ ദൈവം അവർക്ക് വേണ്ടി ഒരു വഴി കാണിച്ചു കൊടുത്തു. അവരുടെ കൺമുൻപാകെ വഴിയില്ലായിരുന്നു. ആധാരം കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് എങ്കിലും കുറച്ച് പണം എങ്ങനെയെങ്കിലും തരപ്പെടുത്തി എടുക്കാമെന്ന്. ആ വാതിലുകൾ പോലും അടഞ്ഞപ്പോൾ ഇവർ മരിക്കാനല്ല തീരുമാനിച്ചത്, യേശുവിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ കൊണ്ടുവരുവാൻ അവർ തീരുമാനിച്ചു. കർത്താവ് ചെയ്തത് അത് സാധിപ്പിച്ചു കൊടുത്തു. തങ്കച്ചായ, ഈ രാത്രി ഒന്നിച്ച് ആ പുരുഷന്മാർക്കായി പ്രാർത്ഥിച്ച് അനുഗ്രഹീതരായി തീരട്ടെ. ഓരോരുത്തരെയും കർത്താവ് സഹായിക്കേണ്ടതിന് നാം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവായ യേശുവേ, പ്രിയങ്കര കുടുംബാംഗം ഞങ്ങൾ ഒരുമിച്ച് പുരുഷ സമൂഹത്തെ യേശു കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഗർഭാവസ്ഥയുള്ള ആൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, പൈതങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്കൂളിൽ പോകുന്ന മക്കളെ ഞങ്ങൾ യേശു കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ചെറുപ്പക്കാരായ ആണുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അനേക മദ്യത്തിനും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങൾക്കും അടിമകളായിട്ടുണ്ട്. കർത്താവെ, പഠിക്കാൻ കൂട്ടാക്കാതെ കർത്താവെ പല അഴുക്ക് കൂട്ടുകെട്ടിൽ അകപ്പെട്ടവരുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ദൂഷിച്ച സ്വഭാവം പൂർണ്ണമായിട്ട് മാറട്ടെ. അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി കർത്താവെ, ഞങ്ങൾ യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അനേക ജോലി ഇല്ലാതെയുണ്ട് കർത്താവെ, ജോലിയിൽ പ്രയാസപ്പെടുന്നുണ്ട്. അവരുടെ പ്രയാസങ്ങളെ കർത്താവെ അവിടുന്ന് മാറ്റുന്ന കർത്താവെ, കർത്താവെ പ്രായത്തിലായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അനേക കർത്താവെ മാനസിക പ്രയാസങ്ങളിൽ കൂടി കർത്താവെ മക്കളെ കുറിച്ചുള്ള ഭാരതയോർത്ത് കർത്താവെ, കടക്കടികൾ മൂലം കർത്താവെ, മക്കളുടെ വിവാഹം മൂലം കർത്താവെ, പഠനം മൂലം കർത്താവെ, പണമെടുത്ത് കർത്താവെ ലോകമെടുത്ത് തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാതെ മനോവിഷമത്താൽ രാത്രിയിൽ ഉറക്കമില്ലാത്തവരുടെ കർത്താവെ, കർത്താവെ ഭാര്യമാരുടെ കർത്താവെ, പെങ്ങന്മാരുടെ കർത്താവെ, മാതാക്കളുടെ പീഡനം മൂലം കർത്താവെ, അനേക ആൺമക്കൾ കർത്താവെ ചിന്താവിഷ്ടരായിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആ ദുസ്വഭാവം കർത്താവെ, ഹാബിറ്റുകൾ കർത്താവെ അവരിൽ നിന്ന് മാറുവാൻ, അവർ കർത്താവെ നല്ലവരായി തീരുവാൻ കർത്താവെ ഒന്ന് സഹായിച്ചു പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ആദിത്യത്തെ കർത്താവെ അനേക കർത്താവെ നാശത്തിന്റെ പടുകുടിയാണ്. അവർ അതിൽ നിന്ന് മാറി കർത്താവെ പ്രാർത്ഥിക്കുന്നവരായി തീർന്ന് ഈ രാജ്യത്തിലെ നല്ലവരായി തീരുവാൻ കർത്താവെ അവർ സഹായിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്നവർക്ക് വയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. താങ്ക് യു തങ്കച്ചായ, ടെലിഫോണിൽ വന്ന് പ്രാർത്ഥിക്കാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ബ്രദറെ, നമ്മൾ അല്പസമയത്തിനുള്ളിൽ എണ്ണയും വെള്ളവും ഒക്കെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കാൻ പോകുക. അപ്പോൾ തന്നെ നമ്മുടെ കുടുംബാംഗങ്ങൾ പലരും അവർ ഡോക്യുമെൻറ്റ്സുകളൊക്കെ എടുത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ബാങ്കിൽ നിന്ന് വന്ന നോട്ടീസ് അല്ലെങ്കിൽ കടം മേടിച്ച് കൊടുക്കാനുള്ള തുകകളൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. അതിന് തൊട്ട് മുൻപ് ഈ രാത്രി നമ്മൾ ഒന്നിച്ച് ലോക രാജ്യങ്ങളുടെ സൗഖ്യത്തിനും വിടുതലിനും വേണ്ടി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രിയങ്കയിലെ പ്രാർത്ഥിച്ച ഒരു വിഷയമാണ് മകൻ്റെ തൊണ്ടയിൽ മുള്ളു കൊള്ളുന്നത് പോലെയുള്ള അസ്വസ്ഥതയിലൂടെ കടന്നു പോകുക. ഈ മേരി അമ്മ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അറിയിച്ചു. വീണ്ടും നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മ വാട്സപ്പിൽ വീണ്ടും അറിയിച്ചത് ഇങ്ങനെയാണ്: യേശു മാന് പൂർണ്ണ സൗഖ്യം നൽകി കൊടുത്ത് പ്രാർത്ഥിച്ചതിന് നന്ദി അറിയിച്ചിരിക്കുന്നു. ജോലി മേഖലയിൽ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന അനേക പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ലഭിക്കുന്ന കർത്താവ് അവരുടെ ജീവിതത്തിലും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. 13 വർഷമായി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു കേസ് ഉണ്ടായ നിമിത്തം വലിയ വിഷമത്തിലൂടെ കടന്നുപോയി. ലഭിക്കേണ്ട പ്രൊമോഷൻസ് ലഭിക്കുന്നില്ല, ലഭിക്കേണ്ട ശമ്പളം ലഭിക്കുന്നില്ല. ശ്രീമതിരെ വളരെ മാനസിക സംഘർഷത്തിന് നടുവിലാണ് മറ്റൊരു വ്യക്തി പറഞ്ഞ പ്രിയങ്കേല ശുശ്രൂഷയിൽ തിരുവനന്തപുരത്തും ഒരു സഹോദരി പ്രിയങ്കേലയിൽ പങ്കെടുത്തത്. പ്രത്യേകിച്ച് പ്രിയങ്കേലയിലേക്ക് ആ പ്രാർത്ഥനാ വിഷയം വിളിച്ചു പറയുകയും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ശ്രീമതിരെ സംഭവിച്ചത് 13 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന കേസ് അത് അനുകൂലമായി ലഭിച്ചു. മാത്രമല്ല അത്രയും നാൾ ലഭിക്കേണ്ട ശമ്പളം മുഴുവനും ലഭിച്ചു, ലഭിക്കേണ്ട പ്രൊമോഷനും ലഭിച്ചു. പ്രാർത്ഥിച്ചുള്ള നന്ദി നമ്മളെ അറിയിച്ചിരിക്കുന്നു. ഇതുപോലെ അനേകം അധ്യാപകർ അവരുടെ ആ പഠന ജോലി മേഖലയിൽ പലവിധമായ വെല്ലുവിളിയിലൂടെ കടന്നു പോകുന്നുണ്ട്. പല പ്രിയപ്പെട്ടവർക്കും സാലറി വർഷങ്ങളായിട്ട് ലഭിക്കുന്നില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഒന്നിച്ച് ഈ രാത്രി നമ്മുടെ ലോക രാജ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ രാജ്യത്തെ ഇന്ത്യയെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ തന്നെ മറ്റ് രാജ്യങ്ങളുടെ സൗഖ്യത്തിനും വിടുതലിനും വേണ്ടി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കരങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി നാം ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ പിതാവേ, രാത്രി സമയവും ഞങ്ങൾ ഒരു മനസ്സോടെ തിരുസന്നിധിയിലേക്ക് വീണ്ടും കടന്നു വന്ന് ലോക രാജ്യങ്ങളെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകമെമ്പാടുമുള്ള ഓരോ വ്യക്തിയും ഓരോ പുരുഷനും ഓരോ സ്ത്രീയും പ്രാർത്ഥന ആലയങ്ങളായിട്ട് മാറട്ടെ. കർത്താവെ, പ്രാർത്ഥിക്കുന്ന പുരുഷൻ, പ്രാർത്ഥിക്കുന്ന സ്ത്രീ, കർത്താവായ യേശുവേ ഈ ദേശത്ത് എഴുന്നേറ്റ് വരട്ടെ. കർത്താവെ, ലോക രാജ്യങ്ങൾ നേതാക്കളായി കർത്താവെ നയിക്കുന്നവരായി അവർ മാറട്ടെ. കർത്താവെ, കർത്താവ് തരുന്ന ക്ഷേമവും സൗഖ്യം ഓരോരുത്തരും കടന്നു വരുവാൻ സന്ധ്യങ്ങൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങ് ക്രൂശിൽ തികച്ചെടുത്ത സൗഖ്യവും വിടുതലും ഓരോരുത്തരുടെ മേലും കൊണ്ടുവരുന്നു. പ്രത്യേകിച്ച് കർത്താവെ, സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന അനേക വ്യക്തി ജീവിതങ്ങളുണ്ട്, രാജ്യങ്ങളുണ്ട്. കർത്താവെ, പുത്തൻ വഴികളും വാതിലുകളും അങ്ങ് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികളായിട്ടിരിക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ക്രൂശിൽ തികച്ചെടുത്ത സൗഖ്യത്തെ അവരിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. കർത്താവെ, അങ്ങ് തരുന്ന സമാധാനത്താൽ, അങ്ങ് തരുന്ന സാന്ത്വനത്താൽ
ഓരോ വ്യക്തികളും നിറയപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവെ, ഞങ്ങൾ ഈ സമയത്ത് ഒന്നിച്ച് ഞങ്ങളുടെ രാജ്യത്തെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയെ ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ രാജ്യത്തിന്റെ എല്ലാ മേഖലയിലും അങ്ങയുടെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടുമാറാകട്ടെ. ദൈവിക സമാധാനത്തെ ഞങ്ങളുടെ രാജ്യവും മറ്റ് രാജ്യങ്ങളും നിറയപ്പെട്ട് ഞങ്ങൾ സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ദൈവമഹത്വം ആ രാജ്യത്ത് വെളിപ്പെട്ട് ജർമ്മനി അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഐസ്ലൻഡിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവിക സൗഖ്യം രാജ്യത്ത് ഉണ്ടാകട്ടെ. ഇറാഖിനെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇസ്രായേലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവ പ്രവൃത്തിയോടെ വെളിപ്പെടണം. ജപ്പാനെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മലേഷ്യയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവെ. പോളണ്ടിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഓസ്ട്രേലിയക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. യുഎസിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി ഞങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവെ. കാനഡയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചൈനയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. യേശുവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഫ്രാൻസിനെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, യേശുവിന്റെ നാമത്തിൽ ബെൽജിയത്തിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കൊടുക്കുന്ന സൗഖ്യം ബ്രസീലിന് മേൽ ഞങ്ങൾ കൊണ്ടുവരുന്ന കർത്താവ്. യേശുവിന്റെ നാമത്തിൽ ഈജിപ്ത് സമാധാനത്തിലായി തീരട്ടെ കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട ബംഗ്ലാദേശിനെ ഞങ്ങൾ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രിയയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങയുടെ സൗഖ്യം ഫിൻലൻഡിന് മേൽ വ്യാപരിക്കട്ടെ കർത്താവെ. യേശുവിന്റെ നാമത്തിൽ ഗ്രീസ് അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ. കർത്താവ് കൊടുക്കുന്ന സമാധാനത്താൽ ഇറാൻ നിറയപ്പെടട്ടെ കർത്താവെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അയർലൻഡിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതെ കർത്താവെ, ഞങ്ങൾ ഇറ്റലിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി ആ രാജ്യത്ത് വെളിപ്പെടുമാറാകട്ടെ. കുവൈറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിന്റെ ദയാൽ ആ രാജ്യം നിറയപ്പെടട്ടുമാറാകട്ടെ. നെതർലൻഡ്സിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവിക സൗഖ്യം ആ രാജ്യത്ത് വ്യാപിക്കട്ടെ. നോർവേയുടെ കർത്താവെ സൗഖ്യത്തിന് വേണ്ടി വിടുതലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതെ കർത്താവെ, ഞങ്ങൾ ഒമാന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവെ, പാകിസ്ഥാന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അയൽ രാജ്യത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവെ. റഷ്യയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആമീൻ. സൗത്ത് കൊറിയയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവെ, നിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവെ. ഖത്തറിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്പെയിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങളുടെ മേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. ടർക്കിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. UK-ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. യേശുവെ, നിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുമ്പോൾ സ്വിറ്റ്സർലൻഡിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. സൗദി അറേബ്യയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. യേശുവിന്റെ നാമത്തിൽ UAE-ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ മഹത്വം രാജ്യങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ കർത്താവെ നീ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. തായ്ലൻഡിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പോൾ തന്നെ ഇന്ത്യയെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ഓരോ സംസ്ഥാനങ്ങളെ നിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. അങ്ങയുടെ മഹത്വം അവിടെ വെളിപ്പെടട്ടെ. അങ്ങയുടെ സൗഖ്യത്താൽ, സ്വാതന്ത്ര്യത്താൽ, സമാധാനത്താൽ ഞങ്ങളുടെ രാജ്യം നിറയട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ. ബ്രദറെ, നമ്മൾ എണ്ണയും വെള്ളവും എടുത്തു വെച്ച് പ്രാർത്ഥിക്കാൻ പോകുക. കൊല്ലത്തുനിന്ന് ലിസി അറിയിച്ചിരിക്കുന്നത് അവരുടെ സ്റ്റെബിലൈസർ പ്രവർത്തിക്കുന്നില്ലായിരുന്നു. ഈ സമയത്ത് അവരെ പ്രേയിങ് കേരളയിൽ പ്രാർത്ഥനയിൽ പങ്കുചേർന്നപ്പോൾ അല്പം എണ്ണ എടുത്തു വെച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം അത് സ്റ്റെബിലൈസറെ പുരട്ടി പ്രാർത്ഥിച്ചു. അത് ഓൺ ചെയ്തപ്പോൾ അത് വർക്ക് ചെയ്യാൻ തുടങ്ങി. പ്രാർത്ഥിച്ചാൽ അവരുടെ കൂടെ പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും നന്ദി അറിയിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കോഴഞ്ചേരിയിൽ നിന്ന് ഒരു മാതാവ് ഇതേ അനുഭവം തന്നെ അവർ പറയുന്നുണ്ട്. അവരുടെ സ്റ്റെബിലൈസറും അത് കേടായി, ഇനി അത് മാറി വെക്കണം, നന്നാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞെടുത്ത് ആ പ്രിയപ്പെട്ടവരും അത് തന്നെ ചെയ്തത്. അല്പം എണ്ണ എടുത്തു വെച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം അത് ഓൺ ചെയ്തപ്പോൾ അത് വർക്ക് ചെയ്യാൻ തുടങ്ങി. തീർച്ചയായിട്ടും ശ്രീമതി, നമ്മൾ യേശുവിനോടുള്ള വിശ്വാസത്തിന് അടയാളമായി നമ്മൾ അത് ചെയ്യുമ്പോൾ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി അവരിൽ വെളിപ്പെടുന്ന. രോഗത്താൽ വിഷമിക്കുന്നവർ മാത്രമല്ല, ശ്രീമതി പറഞ്ഞതുപോലെ വസ്തുക്കളെയും കർത്താവ് സൗഖ്യമാക്കുന്നു. മാത്രമല്ല, കാർഷിക മേഖലയിലായിരിക്കുന്ന കർഷകർ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർ വെള്ളം കരങ്ങളിലെടുക്കുന്നു. അത് പ്രാർത്ഥിച്ച ശേഷം കൃഷിയിടങ്ങളിൽ തളിക്കുന്നു. നല്ല വിളവുകൾ ലഭിക്കുന്ന അനേക സാക്ഷ്യങ്ങളെ നമുക്ക് ലഭിക്കുന്നു. പറമ്പിൽ ലഭിക്കുന്ന വിളവുകളെല്ലാം നശിച്ചു പോകുന്ന അവസ്ഥ, അത് നിമിത്തം സാമ്പത്തികമായി വലിയ പ്രയാസത്തോടെ കടന്നു പോകുന്നു. ഇടുക്കിയിൽ നിന്നും ഒരു മാതാവാണ് ഇത് അറിയിച്ചത്. ആ സമയത്തായിരുന്നു പ്രിയങ്കലയിൽ എണ്ണയും വെള്ളവും പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്പം വെള്ളം എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം കൃഷിയിടത്തിൽ കൊണ്ട് തളിച്ചു, പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതകരമായ നിലയിൽ അനുഗ്രഹിച്ചു എന്ന് നമ്മളെ അറിയിച്ചിരിക്കുന്നു. വസ്തു സംബന്ധമായ പലവിധമായ വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകം പ്രിയപ്പെട്ട വസ്തു സംബന്ധമായ കേസുകൾ വർഷങ്ങളായത് നേരിടുന്ന പ്രിയപ്പെട്ടവരൊക്കെയുണ്ട്. പല പ്രിയപ്പെട്ടവരും ചെയ്യുന്ന കാര്യം പ്രേയിങ് കേരളയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ച് വെള്ളം കൊണ്ട് ആ വസ്തുവിലൊക്കെ തളിക്കാറുണ്ട്. കർത്താവ് അത്ഭുതമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നു എന്നും പല പ്രിയപ്പെട്ടവരെയും സാക്ഷിയും നമ്മൾ കേൾക്കുന്നു. അപ്പോൾ തന്നെ ഡോക്യുമെന്റ്സുകൾ ശ്രീമതിരെ കരങ്ങളെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ശ്രീമതി ഓർമ്മപ്പെടുത്തിയ പോലെ ജിപ്തിയിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ അവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ഡോക്യുമെന്റ്സ് കരങ്ങളെടുക്കുന്നു, അതിൻ്റെ മേൽ കരം വെച്ച് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ മേലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറുന്നു. കർത്താവ് അത്ഭുതകരമായ വഴികളും വാതിലുകളും തുറക്കുന്ന അനേക സാക്ഷ്യങ്ങളെ നമുക്ക് ലഭിക്കുന്നു. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിൽ നിന്ന് മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണപൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. വിശ്വാസത്തിന് അടയാളമായി എടുത്തു വെച്ചിരിക്കുന്ന വസ്തുക്കളുടെ മേൽ കരങ്ങൾ വെച്ച് നാം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, സ്വർഗീയ നല്ല പിതാവേ, തിരുവചനത്തെ അടിസ്ഥാനമാക്കി അങ്ങനെയുള്ള വിശ്വാസത്തിൽ ആധാരമാക്കിക്കൊണ്ട് കർത്താവെ എണ്ണയുടെ മേൽ കർത്താവെ ആ വെള്ളത്തിന് മേൽ ഞങ്ങൾ കരങ്ങൾ വെച്ചുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ തന്നെ ഡോക്യുമെന്റ് മേൽ ചില ആധാരങ്ങളുടെ മേൽ കർത്താവെ
പഠനോപകരണങ്ങളിലുമൊക്കെയും കരങ്ങൾ വെച്ച് അനേകർ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ കർത്താവെ. ഇന്ന് രാത്രി ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമായി തരുന്നത്, വിടുതൽ പ്രാപിക്കട്ടെ കർത്താവെ. ആ എണ്ണ തേക്കുമ്പോൾ കർത്താവെ ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ സൗഖ്യം വ്യാപരിക്കട്ടെ. ആ വെള്ളം തളിക്കുന്നിടത്തൊക്കെയും വലിയ വിടുതലുകൾ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ കർത്താവെ. ആ വസ്തു സംബന്ധമായ കേസുകൾ യേശുവിൻ്റെ നാമത്തിൽ പരിഹരിക്കപ്പെട്ട തർക്കങ്ങൾ മാറട്ടെ കർത്താവെ. കർത്താവ് കൊടുക്കുന്ന വിടുതലും സൗഖ്യവും എല്ലാവരിലേക്കും ഞങ്ങൾ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഹാൻസ് ബ്രദർ, ഇന്ന് രാത്രിയിൽ നമുക്കൊന്നിച്ച് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ജോലി ഇല്ലാത്ത പല പ്രിയപ്പെട്ടവരുമുണ്ട്, ജോലി നഷ്ടപ്പെട്ടു പോയവരുണ്ട്, ജോലി ഉണ്ടെങ്കിലും സാലറി കൃത്യമായിട്ട് ലഭിക്കുന്നില്ല. അങ്ങനെയുള്ള പല പ്രിയപ്പെട്ടവർ അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അറിയിച്ചിരിക്കുന്നു. വിദേശ രാജ്യങ്ങളായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് ഈ രാത്രിയിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പല പ്രിയപ്പെട്ടവരും നാട്ടിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ അതിന് സാധിക്കാതിരിക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ നമുക്കറിയാം നാട്ടിൽ വന്ന പല പ്രിയപ്പെട്ടവരുമുണ്ട്, അതിനുശേഷം ലോക്ക്ഡൗൺ ആയി തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ല, ജോലിയില്ല, നാട്ടിലും ജോലിയില്ല, അവിടെയൊക്കെ തിരിച്ചു പോകാനും പറ്റുന്നില്ല. സാമ്പത്തികമായ വെല്ലുവിളികളോടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ട നമ്മുടെ കുടുംബങ്ങളെല്ലാം നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സകല മേഖലയിലും കർത്താവ് അവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണം. ഈ രാത്രി നമ്മുടെ കുടുംബാംഗങ്ങളെ സഹോദരങ്ങളെ നാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, Heavenly Father, we just give you praise and thank you, Lord Jesus, for this evening, O Lord, for each and every brother and sisters, O Lord God. I pray, Lord, people for jobs, Lord, for these people, Lord, who have been searching right now, O Lord God. I pray for open doors, Lord, for their lives, Lord. I pray for God's favor upon their lives right now, O Lord God. I thank you, Lord Jesus, we're going to do wonderful things this coming week, O Lord God. This coming week, Lord, as they submit the resumes, Lord Jesus, they'll be getting calls for jobs right away, O Lord God. I pray, Lord Jesus, for the wonders, Lord, and miracles that's going to happen for them. All ask your holy name, I pray. ആമേൻ. ദീ ബ്രദർ, ഇന്ന് രാത്രിയിൽ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പല പ്രിയപ്പെട്ടവരും നമ്മളെ പ്രിയങ്കലയിൽ വിളിച്ചറിയിക്കുന്നവർ അവർക്ക് രാത്രിയിൽ ഉറക്കമില്ല എന്ന് പറയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. നമുക്ക് ചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പല കാരണങ്ങളിലൂടെ, പല വിഷമങ്ങളിലൂടെ അവർ കടന്നു പോകുന്നു, ശാരീരികമായി പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു, മാനസികമായി പലവിധമായ വെല്ലുവിളികളിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ തന്നെ ഉറങ്ങാൻ കടന്നാൽ ദുസ്വപ്നങ്ങൾ കാണുന്നു, ചാടി എഴുന്നേൽക്കുന്നു, പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ള പല പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കുന്നു. തീർച്ചയായിട്ടും ഉറക്കത്തിനിടയിൽ എഴുന്നേറ്റ് നടക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, വീട് വിട്ട് ഇറങ്ങി പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. പക്ഷേ പലപ്പോഴും സുബോധം തിരിച്ചു വരുമ്പോൾ അവർ പലപ്പോഴും വീട്ടിലായിരിക്കത്തില്ല, പുറത്തായിരിക്കും. മാത്രമല്ല അകാരണമായ ഭയം നിമിത്തം സിനുബദരെ ഉറങ്ങുവാൻ കഴിയാതെ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എന്നാൽ ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ കർത്താവ് നൽകുന്ന സൗഖ്യവും വിടുതലും സ്വാതന്ത്ര്യവും അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അനുഭവിക്കാനായിട്ട് സാധിക്കും. പല അപകടങ്ങളിലൊക്കെ പെട്ട്, ആക്സിഡന്റിലൊക്കെ പെട്ട് സർജറി കഴിഞ്ഞിരിക്കുന്ന പല പ്രിയപ്പെട്ടവരും അതികഠിനമായ വേദനയിലൂടെ കടന്നു പോകുന്ന ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥന പ്രത്യേകം ചോദിച്ചുകൊണ്ട് വേഗത്തിൽ ദൈവിക സൗഖ്യം അവർ അനുഭവിക്കാൻ രാത്രി ഉറങ്ങേണ്ട സമയത്ത് സുഖകരമായി കടന്ന് ഉറങ്ങുവാനും ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കേണ്ടതിനായി നാം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുമ്പോൾ യേശുവേ, നിന്റെ നാമത്തിൽ ഓരോ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രത്യേകിച്ച് രാത്രിയിൽ ഉറക്കമില്ലാതെ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാത്രിയിൽ ദുർസ്വപ്നങ്ങൾ കാണുന്ന പ്രിയപ്പെട്ടവരുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവേ, അതിൽ നിന്ന് പരിപൂർണമായ വിടുതലുണ്ടാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. രാത്രിയിൽ അറിയാതെ എഴുന്നേറ്റ് നടക്കുന്നവരുണ്ട്, വീട് വിട്ട് ഇറങ്ങി പോകുന്നവരുണ്ട് കർത്താവേ. നിന്റെ നാമത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കിടന്നുറങ്ങുമ്പോൾ അകാരണമായ ഭയത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്, പൈശാചികമായ ഉപദ്രവ നിമിത്തം വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ. ഇപ്പോൾ തന്നെ പരിപൂർണമായ വിടുതൽ അവർക്കുണ്ടാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. മാത്രമല്ല പ്രാർത്ഥനയിൽ കർത്താവേ, ആമീൻ, ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം രാത്രിയിലുള്ള ജോലികൾക്ക് വേണ്ടി കടന്നു പോകുന്ന സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ആമേൻ. ബ്രദറെ, ഇപ്പോൾ ഈ രാത്രിയിൽ ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ നിന്ന് മാറുമെങ്കിലും തിങ്കൾ മുതൽ ശനി വരെ എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 7 വരെ ഹാർവസ്റ്റ് ടിവിയിലൂടെയും യൂട്യൂബിലൂടെയും പ്രേം കേരള തത്സമയമായിട്ട് ആരാധനയും പ്രാർത്ഥനയും ഉണ്ട്. അതുമാത്രമല്ല എല്ലാ ദിവസവും രാത്രി 7 മുതൽ 8 വരെ ഹാർവസ്റ്റ് കേരളത്തിലൂടെയും യൂട്യൂബിലൂടെയും പ്രാർത്ഥന ആരാധനയുണ്ട്. നാളെ രാവിലെ വീണ്ടും നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ കൂടണം. പ്രത്യേകിച്ച് ഇന്ന് രാത്രിയിൽ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥന കഴിഞ്ഞ 24 മണിക്കൂറിൽ നമുക്ക് വന്നിരിക്കുന്ന വിഷയങ്ങളെ ദൈവകരങ്ങളിൽ കേൾപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇത് വിളിച്ചറിയിച്ച വ്യക്തികളെ, കുടുംബങ്ങളെ അനുഗ്രഹിച്ച് ഈ രാത്രി നാം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ ഓരോ പ്രിയപ്പെട്ടവരെയും ഇപ്പോൾ ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോ വിഷയത്തിനു മേലും അവിടുന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും പാർക്കുന്ന ഞങ്ങളുടെ ദേശത്തെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ദേശത്തെ അങ്ങ് കാത്ത് പരിപാലിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കില്ല, ഒരു പാതയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ലെന്ന് അരുളി ചെയ്ത കർത്താവേ, നിന്റെ സംരക്ഷണത്തിന് കീഴിൽ ഓരോരുത്തരും ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങളായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം ഞങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവകരങ്ങളിൽ എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടൊരു പുതിയൊരാഴ്ചയിലേക്ക്, പുതിയൊരു മാസത്തിലേക്ക് നീ ഞങ്ങളെ കൊണ്ടുപോകുന്നതിന് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.